നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 217-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പത്മശ്രീ മിത്രനികേതൻ വിശ്വനാഥനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സ് വളരെ വാചാലമാകുകയാണ്. കാരണം വിദേശ രാജ്യത്തും ഇവിടെയും പ്രശസ്തിയും ജീവിത സൗഭാഗ്യങ്ങളുമെല്ലാം കൂടുതൽ ലഭിക്കും എന്ന ചിന്ത മനസ്സിൽ പേറാത്ത ഒരു വലിയ വ്യക്തിത്വം. അമേരിക്കയിലും അതുപോലെ വിവിധ രാജ്യങ്ങളിലും വർഷങ്ങളോളം ഇന്ത്യയുടെ നമ്മുടെ കാർഷിക അഭിവൃദ്ധിയെക്കുറിച്ചും പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി ആദിവാസികളുടെ പഠനത്തെക്കുറിച്ചും അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്ത പത്മശ്രീ അവാർഡും അങ്ങനെ നിരവധി അവാർഡുകൾ നേടിയ ഒരു വലിയ മനുഷ്യൻ. മാതൃഭൂമി ദിനപത്രത്തിലോ മലയാള മനോരമ ദിനപത്രത്തിലോ രണ്ടിലേതിലോ ഒന്നിലാണ് അദ്ദേഹത്തെക്കുറിച്ചൊരു വലിയൊരു ഫീച്ചർ, വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ലേഖനം ഞാൻ വായിക്കുകയുണ്ടായി എത്രയോ വർഷങ്ങൾക്ക് മുൻപ്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നി. എല്ലാവരും സുഖസൗകര്യങ്ങളും ജീവിത സുഖങ്ങളും തേടി വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ ആജീവനാന്തം നിലനിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ വിദ്യാഭ്യാസവും വിവരവും ജ്ഞാനവുമുള്ള ഒരു വലിയ വ്യക്തിത്വം അതെല്ലാം കളഞ്ഞ് നമ്മുടെ നാട്ടിൽ വന്നൊരു 40 ഏക്കർ സ്ഥലം വാങ്ങി അവിടെ കൃഷിയും പഠിത്തത്തിനും അങ്ങനെ വേണ്ട എല്ലാ മേഖലകളിലും ഒരു വലിയ പ്രസ്ഥാനം തുടങ്ങിയ ഒരു വലിയ വ്യക്തിത്വം. വെള്ളനാട് എന്ന സ്ഥലത്താണ് അത് പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും വളരെയേറെ ദൂരമൊന്നുമില്ല. അങ്ങനെ അദ്ദേഹത്തെ കാണണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാനൊരിക്കൽ മിത്രനികേതനിൽ ബസ്സിൽ പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും വെള്ളനാട് ബസ്സുണ്ട്. അതിൽ കയറി അവിടെ ചെന്ന് 3-4 പേരോട് ചോദിച്ചിട്ട് മിത്രനികേതൻ്റെ വാതിൽക്കൽ ഞാൻ എത്തുമ്പോൾ അന്ന് മരങ്ങൾ വെട്ടി കമ്പുകൾ കുത്തി നിർത്തിയ ഒരു വലിയ വേലി, അതിൻ്റെ ഫ്രണ്ടിൽ തടിയിൽ വെള്ള പെയിൻ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു മിത്രനികേതൻ എന്നെഴുതിയിട്ടുണ്ട്. അന്നത്തെ ഒരു പ്രഭാതത്തിന് എന്തോ ഒരു വല്ലാത്ത തിളക്കമുള്ളതുപോലെ എനിക്ക് തോന്നി. ഹാഫ് കൈ ഷർട്ടും പാൻറ്റും ധരിച്ച് ഞാൻ അതിൻ്റെ വാതിൽക്കൽ എത്തുമ്പോൾ മനസ്സ് ആഹ്ലാദത്തിൻ്റെ തേരിലേറി സഞ്ചരിക്കുകയാണ് എന്ന് തോന്നി. കാരണം അത്ര മഹത്വമുള്ള, അത്ര പ്രഗത്ഭനായ ഒരു വ്യക്തിയെയാണ് ഞാൻ കാണാൻ പോകുന്നത്. ഞാനവിടെ ചെല്ലുമ്പോൾ അധികം ആൾക്കാരെയൊന്നും അവിടെ ചുറ്റുപാടെങ്കിലും കാണാനില്ല. ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഗ്രാമാന്തരീക്ഷം, വലിയ തിരക്കമൊന്നുമില്ലാത്ത ഒരു ഭൂതലം. ഞാനവിടെ ചെല്ലുമ്പോൾ ആ മിത്രനികേതൻ എന്ന ബോർഡും വായിച്ച് അകത്തോട്ട് കിടക്കുമ്പോൾ ഒരു കുട്ടി തോർത്തും ഉടുത്ത് താടിയൊക്കെ വളർത്തി ഇട്ടിരിക്കുന്ന ബനിയൻ അവിടെയായിട്ട് കീറിയിട്ടുണ്ട്. കയ്യിൽ ചെടികളുടെ ഇടയിലുള്ള ചെളി വാരിയ ഒരു രൂപം.
അപ്പോൾ അത് അദ്ദേഹമാണെന്ന് എനിക്ക് മനസ്സിലായില്ല, ആദ്യമായിട്ട് കാണുകയാണ്. എങ്കിലും ഒരു രൂപസാദൃശ്യം തോന്നി. ഇതിനകത്ത് നിന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു, നമ്മുടെ വിശ്വനാഥൻ സാറിനെ ഒന്ന് കാണണമല്ലോ. എവിടുന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞു തമ്പാനൂരിൽ നിന്നാണ്. എന്താ ജോലി? ഞാൻ പറഞ്ഞു കുറച്ച് സാഹിത്യവും കുറച്ച് കലയും അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടത്തിലാണ്, ഒരു ചെറിയ എഴുത്തുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓ അത് ശരി, എഴുത്തുകാരനാണല്ലേ. ഒരു കാര്യം ചെയ്യൂ, നേരെ നടന്നാൽ കാണുന്നൊരു വീടുണ്ട്, ആ വീട്ടിൽ ചെന്നിരിക്കൂ, ഞാനിപ്പോൾ വരാം. അപ്പോഴും എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇദ്ദേഹമാണോ ഞാൻ മനസ്സിൽ സങ്കല്പിച്ച വിശ്വനാഥൻ സാർ? അപ്പം ഞാനൊന്ന് എന്ത് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ എന്ത് ചിന്തിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ, എന്താ ആലോചിക്കണേ? വിശ്വനാഥൻ സാറിനെ കാണാനല്ലേ? അപ്പോൾ എനിക്ക് ഏകദേശം തോന്നി ഇദ്ദേഹമായിരിക്കും. ഞാൻ നല്ല സംശയം ഇങ്ങനെ ഉദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ തന്നെയാണ് വിശ്വനാഥൻ, നമസ്കാരം സാർ എന്ന് പറഞ്ഞപ്പോൾ എന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ലല്ലേ? ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, എന്താ വന്നതിൻ്റെ ഉദ്ദേശം? ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല സാർ, സാറിനെ ഒന്ന് കാണണമെന്ന് തോന്നി, ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. പ്രത്യേകിച്ച് ഗാന്ധിയൻ ആശയങ്ങളും ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കൂടുതൽ അഭിമാനമൊക്കെ തോന്നുന്ന ഒരു വലിയ വ്യക്തിത്വമല്ലേ. അപ്പോൾ ഈ ജീവിതത്തിൽ ഒന്ന് കണ്ട് സംസാരിച്ചാലോ എന്ന് കരുതി ഇട്ടാണ്. അപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് എൻ്റെ തോളിൽ തട്ടാനായിട്ട് വന്നപ്പോൾ, ഓ കയ്യിൽ ചെളിയാണല്ലോ. നമ്മൾ കുഴപ്പമില്ല സാർ, കഴുകിക്കളയാവുന്ന ഒന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു ചിരിച്ചു. ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം കുറേ ദൂരേക്ക് നീങ്ങി. അവിടെ ചെടികളുടെ ഇടയിൽ ചെടികൾക്ക് വെള്ളം കിട്ടാനായിട്ടുള്ള ഒരു ചെറിയൊരു ഊവ് പോലെ തോന്നുന്നു. അതിൽ കൈയെല്ലാം കഴുകി തലമുടി പിന്നിലോട്ട് ഒന്ന് വകഞ്ഞു നീക്കി തടിയിലൊക്കെ ഒന്ന് ഒഴിഞ്ഞ് അവിടെ തൂക്കിയിരുന്ന അവിടെ ഏതോ വൃക്ഷത്തലപ്പിൽ തൂക്കിയിരുന്ന ഒരു ലുങ്കിയും എടുത്ത് അദ്ദേഹം നടന്നു വരുമ്പോൾ ഞാൻ ആ വീടിന് മുന്നിലായിട്ട് നിൽക്കുന്നു. അദ്ദേഹം വന്നു, ഞാനും അകത്ത് കയറി. ഇരിക്കൂ, എന്താ കുടിക്കുന്നത്? നാരങ്ങ വെള്ളം വേണോ അതോ രാമച്ചമിട്ട് തണുത്ത വെള്ളം വേണോ? ഞാനൊന്ന് ചിരിച്ചു. രാമച്ച വെള്ളമാകാമല്ലേ? നമ്മൾ സാറിന് ഇഷ്ടമുള്ളത് തരാം. അങ്ങനെ അദ്ദേഹം ആരെയോ വിളിച്ചു. ഒരു വലിയ കൂജയിൽ നിറയെ വെള്ളം ആവശ്യത്തോളം കുടിച്ചു. നല്ല മധുരവും രുചിയും നല്ല തണുപ്പും. അങ്ങനെ അവിടെ ഇരുന്നു, അദ്ദേഹവും ഇരുന്നു. എന്താണ് അറിയേണ്ടത് എന്ന് അതാണ് ആദ്യമായി എന്നോട് ചോദിച്ചത്. ഞാൻ ചിരിച്ചിട്ട് ചുറ്റുപാടും നോക്കി. അലമാരകളിലെല്ലാം നിറയെ പുസ്തകങ്ങൾ, ഇംഗ്ലീഷ് മലയാളം അങ്ങനെ വേർതിരിച്ച് വെച്ചിരിക്കുന്നു. ആ ഒരു സിറ്റ് ഔട്ട്, ചെടികളും പൂക്കളും പുസ്തകങ്ങളും മരത്തിൽ തീർത്ത തടിയിൽ തീർത്ത ഇരിപ്പിടങ്ങളും തടിയിൽ തീർത്ത മേശയും, അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, നമ്മുടെ സങ്കല്പത്തിലെ വൃന്ദാവനമുണ്ടല്ലോ, പൂക്കൾ നിറഞ്ഞ വൃന്ദാവനം, അതുപോലെ വീടിനകത്ത് അദ്ദേഹത്തിൻ്റെ ആ സെറ്റപ്പ്, അതുപോലെയൊന്ന് ഞാൻ ഒരുത്തയുടെ വീട്ടിലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് പരമമായ സത്യം. എല്ലാം അത്ര സുന്ദരമാണ്. അതിൻ്റെ അന്ന് ഫോട്ടോ എടുക്കാനൊന്നും കഴിയാത്ത ഒരു കാലമാണ്. അങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്തിരുന്നു. ഞാനിതെല്ലാം നോക്കി കണ്ടിട്ട് ചോദിച്ചു, ഇല്ല പറയൂ, എന്താണ് പേര്? അപ്പം ഞാൻ പറഞ്ഞു ശരവൺ മഹേശ്വർ എന്നാണ്. ഓ, ഒരു തമിഴ് ചുവയുണ്ടല്ലോ പേരിന്. ഞാൻ ചിരിച്ചു. ഞാൻ സാർ അതെൻ്റെ തുലികാനാമമാണ്.
രവികുമാർ എന്നാണ് ഒഫീഷ്യൽ നെയിം. ആ അത് ശരി, അപ്പോൾ ആളൊന്നാണെങ്കിലും പേര് രണ്ടാണല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചിരിച്ചു. അങ്ങനെ അദ്ദേഹം അലമാരയ്ക്കുള്ളിൽ നിന്നും ഒരു വലിയ പുസ്തകം എടുത്തു. അതിലെന്തൊക്കെയോ കുറിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇരിക്കണേ, ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ പുസ്തകം അവിടെ വെച്ചിട്ട് അടുത്തേക്ക് കയറിപ്പോയി. ആ പുസ്തകം ഞാൻ എടുത്ത് മറിച്ചു നോക്കി. ഒരുപാട് പേരുടെ, ഒരുപാട് ബുദ്ധിജീവികളുടെ, ഒരുപാട് പേരുടെ കയ്യൊപ്പും ഒരുപാട് പേരുടെ ചെറിയ നോട്ട്സുമൊക്കെ ഉൾപ്പെട്ട ഒരു വലിയ ബുക്ക്. നീളം കൂടുതലും വീതി കുറവാണെങ്കിലും അതിൽ ഒരുപാട് പേർ എഴുതിയിരിക്കുന്നു, ഒരുപാട് പേർ സൈൻ ചെയ്തിരിക്കുന്നു. ചിലതൊക്കെ ഞാൻ മറിച്ചു നോക്കി വായിച്ചു. അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള പ്രശംസകളും വന്ന വിസിറ്റേഴ്സ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ വളരെ രസകരമായി നമുക്ക് നോക്കിയിരിക്കാൻ കഴിയും. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പ്ലേറ്റിൽ കുറച്ച് കപ്പ പുഴുങ്ങിയതും ഉള്ളിയും മുളകും വെളിച്ചെണ്ണയും ചേർത്ത് ചാലിച്ച ഒരു ചമ്മന്തി എന്ന് പറയുന്ന ഒരു സാധനവുമായിട്ട്, ചമ്മന്തി ആവാം എന്ന് തോന്നുന്ന ഇതും ആയി അവിടെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, കഴിക്കൂ, ഇത് ഞങ്ങളുടെ ഇവിടെ വിളയിച്ചതാ. ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്കപ്പോൾ തോന്നിയത്. എന്താ, കഴിക്കാൻ ഇഷ്ടമല്ലേ? ഞാൻ പറഞ്ഞു, ഇഷ്ടക്കേടൊന്നുമില്ല സാർ, കഴിക്കാം. സാറുമായിട്ട് കുറച്ച് സംസാരിക്കണമെന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. പറഞ്ഞോളൂ, എന്താണ് സംസാരിക്കേണ്ടത്, എന്താണ് അറിയേണ്ടത്? അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോഴേ ആ വലിയ 2 ഫീച്ചർ വായിച്ചതിൻ്റെ ചില നോട്ട്സുകൾ ഞാൻ കുറിച്ചിട്ടിരുന്നു. സാറിന് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ല എന്നറിയില്ല. ഞാനൊരു 5-6 ചോദ്യം മനസ്സുകൊണ്ട് തയ്യാറാക്കിയിട്ടാണ് വന്നത്. പറയൂ, ചോദിക്കൂ. ഇഷ്ടമുള്ളതായാലും ഇഷ്ടമില്ലാത്തതായാലും എൻ്റേതായിട്ടുള്ള ശൈലിയിൽ ഞാൻ പ്രതികരിക്കാം. ഞാൻ ചോദിച്ചു, സാറിന് ഇത്രയും സൗകര്യങ്ങളും വിദേശത്ത് എത്ര വർഷം വേണമെങ്കിലും ജീവിക്കാം എന്നുള്ള തരത്തിൽ വിദ്യാഭ്യാസവും അറിവുമൊക്കെയുള്ള അങ്ങ് എന്തുകൊണ്ടാണ് അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കണ്ട് അവിടെ സുഖമായി ജീവിക്കാമെങ്കിലും അതെല്ലാം കളഞ്ഞ് ത്യജിച്ച് നമ്മുടെ ഈ മണ്ണിൽ വന്ന് ഇങ്ങനെ ഒന്ന് തുടങ്ങണം, ഇങ്ങനെ ജീവിക്കണം ലളിതമായി എന്ന് തോന്നാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉറക്കെ ഒന്ന് ചിരിച്ചു. ആ ചിരി കേട്ട് അകത്തു നിന്നും 1-2 പേർ, 1-2 പുരുഷന്മാരും 1-2 സ്ത്രീകളും ഹാളിലേക്ക് എത്തി നോക്കി കടന്നു നിന്നു. അവരോട് പറഞ്ഞു, വലിയ എഴുത്തുകാരനാണ് കേട്ടോ, എന്നോട് എന്തൊക്കെയോ ചോദിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവർ ഒന്ന് കണ്ടു, അവരകത്തേക്ക് കടന്നുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ എൻ്റെ മനസ്സിൽ തങ്കലിപികളാൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതിതാണ്, ഞാൻ കണ്ട എത്രയോ പേർ അവരാരും പറയാത്തൊരു കാര്യം. ഭാരതമണ്ണിനെ പോലെ ജീവിക്കാനും ഭാരതമണ്ണിൽ നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കാതെ ജീവിക്കാനുമുള്ള ഒരു ത്വര, ഒരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ നമ്മൾ അവിടെ പോയി ജീവിച്ച് കുറേ പണവും കാറും വീടും ബംഗ്ലാവും എല്ലാം നേടി നമുക്കവിടെ താമസിക്കാം. പക്ഷേ നമ്മുടെ മണ്ണിൻ്റെ ചൂര്, നമ്മുടെ മണ്ണിൽ നിന്ന് ലഭ്യമാകുന്ന വസ്തുക്കൾ, നമ്മുടെ ചിന്തയ്ക്ക് അതീതമായി നമുക്ക് ഒരു പക്ഷിയെപ്പോലെ പറക്കാൻ കഴിയുന്ന 100 ഇടങ്ങൾ,
നിങ്ങൾ തഞ്ചാവൂരിൽ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല സാർ. കർണാടകയിൽ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്, 1-2 തവണ പോയിട്ടുണ്ട്. എന്തെല്ലാം കണ്ടു? നമ്മൾ പ്രത്യേകിച്ച് 1-2 ക്ഷേത്രങ്ങളിൽ പോയി. ലോകത്ത് എത്രയോ രാജ്യങ്ങളുണ്ട്, പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഇവിടെ എത്ര മതങ്ങളാണ്, ഇവിടെ എത്ര സംസ്കാരമാണ്, ഇവിടെ എത്ര വിശ്വാസമാണ്, എത്ര തരത്തിലുള്ള മനുഷ്യരാണ്. ഇവരെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുമയോടുകൂടിയല്ലേ മുന്നോട്ട് നീങ്ങുന്നത്. നിങ്ങൾക്ക് സ്വതന്ത്രമായി ഇവിടെ കൈലിയോ മുണ്ടോ ഒരു തോർത്തോ എടുത്ത് നടക്കാം, ആരും ചോദിക്കില്ല. അതേസമയം നിങ്ങളൊരു വിദേശ രാജ്യത്താണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇത്രയും സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾക്ക് മറ്റൊരാളെ വിമർശിക്കാൻ പറ്റുമോ? എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞതാണ് നമ്മുടെ ഭാരതാംബയുടെ അനുഗ്രഹമുള്ള നമ്മുടെ ഭാരതത്തിൽ ജനിക്കാൻ കഴിഞ്ഞത് തന്നെ പുണ്യം എന്നാണ് എൻ്റെ തോന്നൽ, എൻ്റെ ചിന്ത. അതാണ് കുറേ കാലം ഞാൻ വിദേശത്തൊക്കെ ആയിരുന്നിട്ടും നമ്മുടെ മണ്ണിൽ നമ്മുടെ ആൾക്കാരെ സഹായിച്ച് നമ്മുടെ ആൾക്കാരുമായി ഇടപഴകി ഉള്ള ഒരു ജീവിതം. അത് എത്ര കാലം നിൽക്കും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഗാന്ധിജി വിഭാവനം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ ഒരുപാട് നന്മകൾ, അതൊക്കെ നമ്മൾ കുറേയൊക്കെ ഉൾക്കൊണ്ടാൽ ജീവിതം സുന്ദരം സുരഭിലം എന്ന് ചിരിച്ചു. എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാനും ചിരിച്ചു. അവിടെ ഇരുന്ന കൂജയിൽ നിന്നും കുറേ കൂടി വെള്ളം കുടിച്ചു. എങ്ങനെയുണ്ട് വെള്ളം കുടിച്ചപ്പോൾ? നമ്മൾ നല്ല മധുരവും തണുപ്പും ഒക്കെ ഉണ്ട്. ഇതിനകത്തെ നമ്മുടെ പുഴമണ്ണിൽ നിന്നും കിട്ടുന്ന നല്ല ചെറിയ കല്ല് കഴുകി വൃത്തിയാക്കി ഇതിനകത്തിട്ടിട്ട് നിറച്ച് രാമച്ചവും കഴുകി ഇതിനകത്തിട്ടിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് നമ്മളത് കുടിച്ചാൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു ഊർജം നമുക്ക് കിട്ടും. ഞാനെന്നും ഇതാണ് കുടിക്കുന്നത് കേട്ടോ. കാപ്പിയും ചായയൊക്കെ വളരെ കുറവാണ്, എങ്കിലും അത്യാവശ്യം കുടിക്കും. എങ്കിലും ഇതാണ് എൻ്റെ ഇഷ്ടപാനീയം. അത് കഴിഞ്ഞ് അദ്ദേഹം എടുത്തു വെച്ച ആ പുസ്തകം തുറന്നു നോക്കിയിട്ട് പറഞ്ഞു, ആയിരക്കണക്കിന് ആൾക്കാർ, നമ്മുടെ ഭാരതീയർ വന്നു കണ്ട സ്ഥലമാണിത്. അവരോടൊന്നും തോന്നാത്ത ഒരു പ്രത്യേകത നിങ്ങളോട് തോന്നാൻ കാരണം അറിയാമോ? ഞാൻ പറഞ്ഞില്ല സാർ. അല്ല, എന്നെ കാണാൻ വേണ്ടി എന്നെക്കുറിച്ച് എഴുതിയ 2 ലേഖനങ്ങൾ വായിച്ചിട്ട് അത് വെച്ചൊരു 4-5 കുറിപ്പുമൊക്കെ തയ്യാറാക്കി വന്നിട്ടുള്ളവർ വളരെ വിരളമാണ്. എൻ്റെ മനസ്സിൽ പതിയുന്ന നിങ്ങളുടെ രൂപം, നിങ്ങൾ ആ വാതിൽക്കൽ വന്ന് നിന്നിട്ട് എന്നോട് തന്നെയാണല്ലോ ചോദിക്കുന്നത് വിശ്വനാഥൻ സാറിനെ കാണണമെന്ന്. അങ്ങനെയുള്ളൊരു അനുഭവം എനിക്ക് വളരെ ചുരുക്കമാണ്. നമ്മൾ സാർ, എൻ്റെ മനസ്സിലെ ഭാവനയും എൻ്റെ മനസ്സിലെ ചിന്തയും എൻ്റെ തോന്നലും ഒക്കെ അനുസരിച്ച് സാർ നല്ല വടിവൊത്ത വെള്ള ജുബയും മുണ്ടുമൊക്കെ ധരിച്ച് ഹാളിൽ വീടിൻ്റെ ഉമ്മറത്ത് ഇരിക്കുന്ന ഒരു രൂപമാണ് ഞാൻ മനസ്സിൽ സങ്കല്പിച്ചത്. അപ്പോൾ വീണ്ടും ഉറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, വേഷവും വേഷവിധാനങ്ങളുമല്ല ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, അവൻ്റെ ജീവിതമാണ്. നോക്കൂ, ഇവിടെ തന്നെ എത്രയോ പേർ ജോലി ചെയ്യുന്നു, കൃഷിയും മറ്റുമായി. എത്രയോ ആദിവാസികൾ ഇവിടെ പണിയെടുക്കുന്നു, എത്രയോ വിദ്യാഭ്യാസമുള്ളവർ ഇവിടെ പണിയെടുക്കുന്നു. അവരുടെ എല്ലാം ജീവിതം വളരെ നല്ല രീതിയിൽ ആണെന്നാണ് എൻ്റെ വിശ്വാസം. സംശയമുണ്ടോ ശരവണ്ണന്? അപ്പം ഞാനൊന്ന് 1 മിനിറ്റ് ആലോചിച്ചിട്ട് പറഞ്ഞു, ഉണ്ട് സാർ. പറഞ്ഞു തീരുന്നതിന് മുമ്പേ അദ്ദേഹം അകത്തു നിന്നും ഒരു ചെറുപ്പക്കാരനെയും അവിടെ ജോലിക്ക് നിന്നിട്ട് സ്ത്രീകളെയും വിളിച്ചു.
നിങ്ങൾ ഇവരോട് ചോദിക്കൂ ഇവരുടെ ജീവിതം ഇവിടെ എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം അദ്ദേഹത്തെ ഇങ്ങനെ നോക്കിയിട്ട് അവരോട് ചോദിച്ചു, സാറ് ഇരിക്കുന്നതുകൊണ്ട് മോശത്തിന് മോശമെന്ന് പറയണ്ട, നിങ്ങളുടെ ഇവിടുത്തെ ജീവിതാനുഭവം അനുസരിച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറ് ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നവരാണ് ഞങ്ങളെല്ലാം, ഞാനും ഇവളും ഇവനുമെല്ലാം. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം നൽകി, ഞങ്ങൾക്ക് 3 നേരം ഭക്ഷണം നൽകി, ഞങ്ങളെ കാര്യപ്രാപ്തിയിലേക്ക് നയിച്ചത് സാറാണ്. അദ്ദേഹം ഒന്നും മിണ്ടാതെ ഇങ്ങനെ തടിക്ക് കൈ കൊടുത്തിരിക്കുകയാണ്, ഇവരെന്താണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, സാറിൻ്റെ ഈ വലിയ പ്രസ്ഥാനത്തിൽ ഞങ്ങളായില്ലെങ്കിൽ ഞങ്ങളൊന്നും ആയിത്തീരില്ല. ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ജീവിതശൈലിക്കോ പുറത്തു പോകുന്നതിനോ ഒന്നിനും ഇവിടെ ഒരു നിബന്ധനയുമില്ല. അത്രമാത്രം സ്നേഹത്തിലാണ് ഇവിടെയുള്ളവരെല്ലാം. അത് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയുകയല്ല. ഞാനൊക്കെ വന്നിട്ട് 10-12 വർഷത്തിന് മേളിലായി. ഒരു പ്രാവശ്യം പോലും ദേഷ്യപ്പെടുകയോ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ അങ്ങനെയൊരു രീതി ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ഒന്ന് മാത്രം സാറിന് നിഷ്കർഷയുണ്ട്. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്താണ്? അത് രാവിലെ 6 മണിക്ക് തന്നെ ഉണരണം, പിന്നെ ഓരോ ടൈം ടേബിളാണ്, എല്ലാം ചിട്ടയോടും കൃത്യനിഷ്ഠയോടും കൂടി ചെയ്യണം. ഇവിടെ ആരായാലും ആ ഒരു കാര്യത്തിൽ മാത്രമേ സാറിന് നിർബന്ധമുള്ളൂ. ഞങ്ങൾ മാത്രമല്ല, അദ്ദേഹവും ഉണർന്നതും അതിരാവിലെയാണ്. രാവിലെ പാടത്തും പറമ്പിലും എല്ലാം പോയി അതെല്ലാം കണ്ടും നോക്കിയും ചെടികളോടും, ഞങ്ങൾക്കറിയില്ല സാർ എന്താണ് പറയുന്നതെന്ന്, ചെടികളോടൊക്കെ എന്തൊക്കെയോ സാർ പറയാറുണ്ട്. പക്ഷേ ഈ ജീവിതം സന്തോഷപ്രദമാണ് സാറേ എന്ന് പറയുമ്പോൾ ശരിക്കും എൻ്റെ കണ്ണുകൾ വിടർന്നു. അവർ സ്വപ്നനേരം നോക്കി നിന്നിട്ട് അവർ 3 പേരും അകത്തോട്ട് കടന്നുപോയപ്പോൾ സാറ് ചോദിച്ചു, എന്തു തോന്നി? എന്നെപ്പറ്റി ഒരുപാട് പ്രശംസ പറഞ്ഞു അല്ലേ? നമ്മളില്ല, അവരുടെ മനസ്സിൽ തോന്നിയതാണല്ലോ സാർ അവർ പറഞ്ഞത്. അങ്ങനെ സുദീർഘമായ ഒരു സംസാരം. അത് കഴിഞ്ഞ് കപ്പയെല്ലാം കഴിച്ച് കപ്പയും കൊണ്ടുതന്ന ജ്യൂസുമെല്ലാം കുടിച്ച് അവിടുത്തെ ഡയറിയിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങളിവിടെ വന്നു പോയതല്ലേ, നാളെ നിങ്ങൾ എന്താവുമെന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഏതാനും വാക്കുകൾ ഇതിൽ കുറിക്കൂ. കാലം കഴിയുമ്പോൾ ഇതൊക്കെ ഒരു രേഖയായി മാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാനെന്ന് പറയുന്ന വ്യക്തി ഒന്നുമേ അല്ല, എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. പിന്നെ ഞാൻ എന്തൊക്കെയോ എഴുതുന്നു, അത്രമാത്രം കുറേ കവിതകളും നോവലും ഇതൊക്കെ എഴുതുന്നുവെങ്കിലും സാറിൻ്റെ ജീവിതാനുഭവങ്ങളും സാറിൻ്റെ ആ റേഞ്ചിലൊന്നും ഈ ജന്മം മുഴുവൻ വിചാരിച്ചാലും ഞാൻ എത്തില്ല. അത്ര വലിയൊരു മനസ്സുള്ളത് കൊണ്ടാണല്ലോ വിദേശവാസം വെടിഞ്ഞ് നമ്മുടെ മണ്ണിൽ ഈ ജീവിതം തളർത്തതും ഈ ജീവിതത്തിൽ എത്രയോ പേർ അങ്ങയുടെ ദീർഘായുസ്സിനും അങ്ങയുടെ നല്ല പെരുമാറ്റത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ ഇത് ചെയ്യുമ്പോൾ പോലും അദ്ദേഹം ആ വാതിൽക്കൽ നിൽക്കുന്ന ആ ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ. അദ്ദേഹത്തെക്കുറിച്ച് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ബ്രീഫ്, ഒരു ചുരുക്കം ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. എങ്കിലും ഞാൻ എഴുതിയതിൽ ചിലവ വായിച്ച് കേൾപ്പിക്കാം. അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ കഴിയാത്തവർക്ക് അറിയാനും അദ്ദേഹം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനും ഒക്കെയാണ് ഇങ്ങനൊരു കുറിപ്പ് ഞാനിതിൽ ചേർക്കുന്നത്. വെള്ളനാട് മണ്ണാമ്പിള മഠത്തിൽ വീട്ടിൽ പി കൃഷ്ണപ്പണിക്കരുടെയും ജി കാർത്യാനിയുടെയും മൂത്ത മകനായി
1928 ഫെബ്രുവരി 8 തിരുവനന്തപുരത്ത് ജനനം. വിശ്വഭാരതി, ശാന്തിനികേതൻ യൂണിവേഴ്സിറ്റികളിൽ പഠനം പൂർത്തിയാക്കി. തുടർന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പഠിക്കാൻ 7 വർഷക്കാലത്തോളം ചിലവിട്ട ശേഷം 1956 തിരുവനന്തപുരത്തെ വെള്ളനാട്ടിൽ മിത്രനികേതൻ സ്ഥാപിച്ചു. ഗ്രാമീണരുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക, ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുക എന്നീ ലക്ഷ്യങ്ങളോടെ തുടങ്ങിയ സ്കൂളിൽ ആദിവാസി കുട്ടികളെ അടക്കം നിരവധി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി. ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ കൃഷി വിജ്ഞാന കേന്ദ്രം, ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റഡി സെൻറ്റർ, പീപ്പിൾസ് കോളേജ്, നിരവധി സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. JNUവിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഉപദേശക സമിതിയിൽ അംഗമായിരുന്നു. നിരവധി യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തിൻ്റെ കർമ്മരംഗം പ്രവർത്തിച്ചിട്ടുണ്ട്. പത്മശ്രീ, സേവാനന്ദം തുടങ്ങി നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. 2014 ഏപ്രിൽ 28 86-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങി. എത്രമാത്രം പ്രസ്ഥാനങ്ങൾ, എത്രമാത്രം കേന്ദ്രങ്ങൾ, എത്രമാത്രം യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ ചിന്തകളും ഒക്കെ പഠന വിഷയമാക്കിയിട്ടുണ്ട്. ഞാൻ കാണുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ, പ്രത്യേകതകളൊന്നുമില്ലാത്ത ഒരു കർഷകൻ, അത് എൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ആ കാഴ്ച ഇന്നും മങ്ങിയിട്ടില്ല. അകത്തോട്ട് ചെന്നിരിക്കൂ എന്ന് പറയുമ്പം ഞാൻ ശങ്കിച്ച് അവിടെ നിന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട്, സർ വിശ്വനാഥൻ സാർ വരും, അവിടെ ചെന്നിരിക്കൂ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ നടക്കാൻ ഭാവിക്കുമ്പോൾ, ഇനി സംശയിച്ച് നിൽക്കേണ്ട, ഞാൻ തന്നെയാണ് വിശ്വനാഥൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂപ്പുകൈകളോടെ അദ്ദേഹത്തോട് നമസ്കാരം പറഞ്ഞപ്പോൾ, അപ്പോൾ ഈ മുമ്പ് നമസ്കാരം പറയാൻ തോന്നിയില്ലല്ലേ? നമ്മൾ ക്ഷമിക്കണം സാർ, ഓരോ വ്യക്തികളെയും ഓരോരുത്തർ കാണുന്നത് ഓരോ തരത്തിലാണ്. നമ്മുടെ മനസ്സിലെ ഒരു സങ്കല്പം, ആ സങ്കല്പത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് വേറൊരു രൂപത്തിൽ, വേറൊരു കോലത്തിൽ കാണുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് വരും. ചിരിച്ചു. അങ്ങനെ ഏകദേശം 2-2.5 മണിക്കൂർ ചെലവഴിച്ചിട്ട് ഇറങ്ങാൻ ഭാവിക്കുമ്പോൾ ഞാനതിലെ ബുക്കിൽ എഴുതി, വിശ്വം മുഴുക്കെ അറിയപ്പെടുന്ന ഒരു വിശ്വോത്തര പ്രതിഭാധനൻ ശ്രീ വിശ്വനാഥൻ സാർ. അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ സ്നേഹം ഉൾക്കൊള്ളാനും ഒക്കെ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. ഇത്രയും എഴുതി ഞാൻ എൻ്റെ പേരും അഡ്രസ്സും എല്ലാം എഴുതി ഡേറ്റും ഒക്കെ ഇട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം അത് വായിച്ചു പോലും നോക്കാണ്ട് ആ പേപ്പറിൻ്റെ അഗ്രം മടക്കി അവിടെ വെച്ചു. ഞാൻ പിന്നീട് വായിക്കാം. അവിടെ നിന്നും ഇറങ്ങി ഞാൻ ഗേറ്റിൻ്റെ വാതിക്കൽ മരങ്ങൾ കൊണ്ട് കെട്ടിയ അതിൻ്റെ വാതിൽക്കൽ വരെ എത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് നമസ്കാരം പറഞ്ഞു. സാർ, ജീവിതത്തിൽ മറക്കാനാവാത്ത കുറച്ച് നിമിഷങ്ങളാണ് ഞാൻ അങ്ങയോടൊപ്പം ചെലവഴിച്ചത്. കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം സാർ. വരട്ടെ എന്ന് പറഞ്ഞ് തൊഴുകയോട് ഞാൻ അവിടെ നിന്ന് കുറേ ദൂരം നടക്കുമ്പോൾ ഒരു 3-4 മിനിറ്റ് അദ്ദേഹം അവിടെ തന്നെ നിന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴെല്ലാം അദ്ദേഹം അവിടെ നിൽക്കുന്നു കൂപ്പുകൈകളുമായി. ആ വിശ്വോത്തര പ്രതിഭയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. കാലത്തിൻ്റെ പൊയ്കയിൽ നീരാടുന്നൊരു അമ്പൽപ്പൂ പോലെ കാലത്തിൻ്റെ നിർമ്മിതിയിൽ കടന്നുപോകാത്ത ഒരു ജീവൻ
ഒരു മനുഷ്യൻ, ഒരു അതുല്യ നായകൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മിത്രനികേതൻ വിശ്വനാഥൻ സാറിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. നിർത്തുന്നു. നന്ദി, നമസ്കാരം.